Krishnan motorcycle garage in പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നും ഒരു കസ്റ്റം വർക്കുമായിട്ടാണ് ഞാനിന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്തിടെ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ കസ്റ്റം ചെയ്ത ഒരു യമഹ FC V2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റം വർക്ക് ചെയ്ത ഒരു യമഹ വെർഷൻ 2 ആണ്, FC വെർഷൻ 2 ആണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് കസ്റ്റം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത് USD ഫോർക്കാണ്. ഫ്രണ്ട് സസ്പെൻഷൻ മാറ്റിയിട്ട് സ്റ്റോക്ക് സസ്പെൻഷൻ മാറ്റി USD ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ പൾസർ 220 അതേപോലെ തന്നെ നമ്മുടെ FC വെർഷൻ 1 FC 250 അങ്ങനത്തെ കുറച്ച് വണ്ടികളിൽ, അതായത് യമഹയുടെ വണ്ടികളിൽ തന്നെ USD ചെയ്തിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് FC വെർഷൻ 2 ഇന്ത്യയിൽ ആരും ഇങ്ങനെ USD ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ USD ഫോർക്ക് അതുപോലെ തന്നെ ഒരു കസ്റ്റം പെയിൻറ്റ് ജോബും ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഗ്രാഫിക്സിന് തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെയിൻറ്റ് ജോബാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള കസ്റ്റം വർക്കിൻ്റെ മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മെക്കാനിക് കൃഷ്ണു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃഷ്ണനെ ഇങ്ങോട്ട് വിളിക്കാം. കൃഷ്ണു, വെൽക്കം ബ്രോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ വണ്ടിയിൽ നമ്മൾ KTM USD ഫുൾ അസംബ്ലി ആയിട്ടല്ലേ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? ഫുൾ അസംബ്ലി. അപ്പോൾ എല്ലാ സാധനങ്ങളും സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണോ അതോ പുതിയത് ഷോറൂമിൽ നിന്ന്? സെക്കൻഡ് ഹാൻഡ് പരിപാടി ഫുള്ള് എല്ലാം ഒറിജിനലാണ് എന്ന് പറഞ്ഞാൽ പുതിയത് വാങ്ങിച്ച സാധനം മാത്രമേ നമ്മൾ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന KTM ഫുൾ അസംബ്ലി, അതായത് നമ്മുടെ ഈ ഫ്രണ്ട് ഷോക്ക്, അതായത് ഫ്രണ്ട് സ്റ്റമ്പ്, ഫ്രണ്ട് മഡ്ഗാർഡ്, ഡിസ്ക് പ്ലേറ്റ്, ഫ്രണ്ട് അലോയ്, കാലിപ്പർ, ആ ഫുൾ സെറ്റ് അസംബ്ലി മൊത്തം KTM ഒറിജിനൽ സാധനം തന്നെ നമ്മൾ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചതാണ് അല്ലേ? അതെ. അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിച്ച് ഈ സ്റ്റോക്ക് വണ്ടിയിലോട്ട് നമ്മൾ അതെല്ലാം മാറ്റി ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഡയറക്റ്റ് ഫിറ്റ് ആണോ? ഡയറക്റ്റ് ഫിറ്റ് അല്ല, ഇത് ലൈറ്റ് വർക്ക് കുറച്ച് കാര്യങ്ങൾ പാടുപെട്ടൊക്കെ ചെയ്യണം അല്ലേ? കുറച്ച് പാടാണ്. അപ്പം ഞാൻ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 220 അതുപോലെ മറ്റ് വണ്ടികളിൽ ചെയ്യുന്ന മേക്കിംഗ് വീഡിയോയും അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ FC വെർഷൻ 2 ഇത് ആദ്യമായിട്ടാണ്. കസ്റ്റമറുടെ ഐഡിയ ആണോ അത്? കസ്റ്റമറിന് ഒരു ഐഡിയ ഇല്ല. കസ്റ്റമർ സാധനം മാറ്റിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണമെന്ന് കൊടുത്തിട്ട് ബാക്കി വർക്ക് ചെയ്തായിരുന്നു. എത്ര ദിവസം എടുക്കും ഇതേപോലെ ഒരു FCയിൽ ഇൻസ്റ്റാൾ ചെയ്യാനാണ്? കുറച്ച് സമയം എടുക്കും. 2.5 ആഴ്ച 3 ആഴ്ചയൊക്കെ എടുക്കും. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന സമയത്ത് ഇതിന് വേണ്ടി ഇരിക്കണം, മെനക്കെട്ടിരിക്കണം അല്ലേ? അപ്പോൾ ഏകദേശം ഇതേപോലെ വണ്ടി ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്ത് തരും. പക്ഷേ ഒരു 2 ആഴ്ച 3 ആഴ്ച സമയം എടുക്കും. അപ്പോൾ ലെയ്ത്ത് വർക്കും കാര്യങ്ങളും അതിൻ്റെ ക്ലാമ്പ് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ രണ്ടാമത് ചെയ്യണം. ഒന്നും ഡയറക്റ്റ് ഫിറ്റ് അല്ല. ഈ സെറ്റ് അത് ഒന്നും ഡയറക്റ്റ് ഫിറ്റ് അല്ല. ഈ സെറ്റ് മാത്രം എന്തോ ഭാഗ്യത്തെ നമ്മൾ പറ്റി ഡയറക്റ്റ് ഫിറ്റ് ആവും. ഹാൻഡിൽ ലോക്കും എല്ലാം കറക്റ്റായി ഹാൻഡിൽ ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പെയിൻറ്റ് ആരുടെ ഐഡിയ ആണ്? പെയിൻറ്റ് കസ്റ്റമർ ഒരു പെയിൻറ്റ് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ഡിസൈന് മാച്ച് ആവുന്നത് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ടാങ്കിൽ വരുന്ന ഈ ഗ്രാഫിക്സിൻ്റെ ഗോൾഡ് അല്ലേ? ഇത് ഡാർക്ക് അല്ലേ? ഇത് ലൈറ്റ് ഗോൾഡ്. അപ്പം റിമിൽ അലോയിൽ അടിക്കുമ്പോഴത്തേക്ക് ലൈറ്റിനെ കുറച്ച് ഡാർക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഒരു മാച്ച് ആവുന്ന രീതിയിൽ അങ്ങനെ ചെയ്തു, ലൈറ്റായിട്ട്. അപ്പം സ്റ്റേഷന് KTM ഹാൻഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ വരുന്ന സ്വിച്ച് കാര്യങ്ങൾ അതെല്ലാം സെയിം. നമ്മുടെ FC സെയിം സാധനം. യോക്ക്, ഹാൻഡിൽ സ്വിച്ച്, ക്ലിപ്പ്, കേബിൾ, കേബിൾ, ഇതെല്ലാം മാസം എല്ലാം ഉൾപ്പെടെ എല്ലാം
നമ്മൾ FC-യുടെ തന്നെ എല്ലാം സ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ വേറെ ഇരിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഇരിക്കുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മൾ സാധാരണ FC-ക്ക് KTM-ന്റെ ഹാൻഡിൽ വെക്കാറുണ്ട്. അപ്പോൾ അതേപോലെ അത്രേ ഉള്ളൂ. പിന്നെ അപ്പറ്റിയിൽ മുകളിൽ വരുന്നതിൽ KTM-ന്റെ യോക്കും കാര്യങ്ങളും വെക്കണം. അപ്പർ പ്ലേറ്റിൻ്റെ മുകളിൽ വരുന്ന യോക്കും കാര്യങ്ങളെല്ലാം KTM-ൽ തന്നെ വെക്കണം. നമുക്ക് FC-യുടെ വെക്കാൻ പറ്റില്ല. കാരണം അപ്പറ്റി വരുന്നത് നമ്മളെ KTM-ന്റെ ആയതുകൊണ്ട് വലുതാണ്, കുറച്ചുകൂടി വലുതാണ്. പിന്നെ മീറ്ററിൻ്റെ സ്റ്റേയും ഹെഡ്ലൈറ്റും വരുന്നത് അതേ സ്റ്റേയിൽ തന്നെ നമ്മൾ വേറെ 2 എക്സ്ട്രാ ക്ലാമ്പ് കണക്ട് ചെയ്തിട്ട് ആണ് ഹെഡ്ലൈറ്റ് വെച്ചത്. മീറ്റർ നമുക്ക് അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. മീറ്റർ അത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല. പക്ഷേ വേറൊരു പോരായ്മ എന്ന് വെച്ചാൽ ഇതിന് മീറ്റർ റീഡിങ് കാണിക്കത്തില്ല. സ്പീഡോമീറ്റർ റീഡിങ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ KTM-ന് സിംഗാമിലാണ് സ്പീഡോമീറ്റർ സെൻസർ വരുന്നത്. നമ്മൾ FC-ക്ക് നേരെ ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പോൾ വീലിലാണ് വരുന്നത്. അപ്പോഴത്തേക്ക് അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കണക്ട് ചെയ്യുന്ന വെച്ച് ചടങ്ങാണ്. അതുകൊണ്ടാണ് കണക്ട് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ കസ്റ്റമറെ വിളിച്ച് പറഞ്ഞാൽ കസ്റ്റമർ കുഴപ്പമില്ല, RPM വർക്കാവുമെന്ന് വെച്ച് ബാക്കി കാര്യങ്ങളെല്ലാം വർക്കാവും. കിലോമീറ്ററും അറിയത്തില്ല, മീറ്റർ റീഡിങ് കാണിക്കത്തില്ല, RPM സ്പീഡ് കാണിക്കത്തില്ല, നമ്മൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു അതേപോലുള്ള കാണിക്കത്തില്ല. ഫ്യൂവലും കാണിക്കും, RPM കാണിക്കും, ബാക്കിയല്ല ഇൻഡിക്കേഷൻ എല്ലാം കാണിക്കും. പക്ഷേ ഈ സ്പീഡോമീറ്റർ റണ്ണിങ് മാത്രം കാണിക്കത്തില്ല. അപ്പോൾ നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ ആ ഒരു റണ്ണിങ്ങോട് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉൾപ്പെടുത്തണമെങ്കിൽ ബാക്കി സിംഗാം നമ്മൾ KTM ചെറിയൊരു പ്ലാൻ ഉണ്ട് വെക്കാൻ വേണ്ടി. ഇപ്പോൾ കസ്റ്റമറിന് ഇപ്പോൾ നമ്മളെ ഫണ്ടിൻ്റെ ഇഷ്യൂ ഇപ്പോൾ തന്നെ കുറച്ച് എമൗണ്ട് ആയി. അതുകൊണ്ട് നമ്മൾ സിംഗാമിൻ്റെ പെൻഡിങ് ഇട്ടിട്ട് അപ്പോൾ പുറകിൽ KTM-ന്റെ സിംഗാമോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ മീറ്റർ നമുക്ക് വെക്കാൻ പറ്റില്ല. KTM-ന്റെ മീറ്റർ തന്നെ വെക്കേണ്ടത്. ആ സെൻസർ കറക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ KTM-ന്റെ മീറ്റർ. അതുപോലെ തന്നെ സ്പീഡ് ആക്യുറേറ്റ് ആവണമെങ്കിൽ അത് തന്നെ അതും കുറച്ച് ഇലക്ട്രിക്കൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന USD ഫോർക്കിനെ കുറിച്ച് സംസാരിച്ചു, ഇത് ചെയ്തിരിക്കുന്ന കസ്റ്റം പെയിൻറ്റിനെ കുറിച്ച് സംസാരിച്ചു, ബാക്കി കുറച്ച് കാര്യങ്ങൾ മീറ്ററിൻ്റെ കാര്യം, നമ്മുടെ ഇനി ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ കാര്യം എല്ലാം നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതിലൊരു എക്സോസ്റ്റ് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏത് കമ്പനിയുടെ? ഇത് ഞാൻ വെച്ചതല്ല, കസ്റ്റമർ കൊണ്ടുവന്നപ്പോൾ കസ്റ്റമർ വണ്ടി തന്നപ്പോഴും ഉണ്ടായിരുന്നതാണ്. നമ്മൾ ഈ സൈസ് നോക്കിയിട്ട് സാറേ. അപ്പോൾ എക്സോസ്റ്റ് കസ്റ്റമല്ല, ഇത് വണ്ടി കസ്റ്റമാണ്, നമ്മൾ ചെയ്തതല്ല, ഇത് വർഷോപ്പിൽ വണ്ടി വന്നപ്പോഴത്തേക്ക് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ സംഭവം എക്സോസ്റ്റ് നമ്മൾ ചെയ്തതല്ലെങ്കിൽ സംഭവം അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ബ്രാൻഡഡ് എല്ലാം തോന്നുന്നു കണ്ടിട്ട്. ആഫ്റ്റർ മാർക്കറ്റ് ഒരു എക്സോസ്റ്റ് ആണ്, പക്ഷേ സൗണ്ട് നൈസാണ്, നല്ലൊരു ബേസ് ഉള്ളൊരു സൗണ്ടാണ്. വണ്ടിയുടെ ആ ഒരു എക്സോസ്റ്റ് നോട്ടുകൂടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. USD നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും വരുന്ന ഒരു പ്രശ്നമാണ് ഹാൻഡിൽ തിരിക്കുമ്പോഴത്തേക്ക്. ഒന്നാമത്തെ കാര്യം ഒടിവ് കുറവാണ്. രണ്ടാമത് ഈ നമ്മുടെ ഈ ടാങ്കിൻ്റെ ഈ ഫൈബർ പാർട്ടിൽ നമ്മുടെ ആ ഒരു ഹാൻഡിൽ വന്ന് തട്ടും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് സ്റ്റോപ്പർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ മേക്കിംഗ് വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ USD ഫോർക്കിൻ്റെ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ ഇതേപോലെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ മേക്കിംഗ് വീഡിയോ, അതിൻ്റെ കാര്യങ്ങൾ, ബാക്കി ഡീറ്റെയിൽസ്, ഇതിന് എത്ര കോസ്റ്റ്, ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ റിലീസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ USD ഫോർക്ക് ചെയ്ത് ചെറിയ കസ്റ്റം വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ FC-യുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതേപോലെ മറ്റ് വർക്കുകളും കാര്യങ്ങളും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് മാത്രമല്ല, കൃഷ്ണൻ്റെയും എൻ്റെയും നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ജസ്റ്റ് കയറി ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അതിനുള്ള ബാക്കി റിപ്ലൈയും കാര്യങ്ങളും നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ മറ്റെന്തെങ്കിലും ഒരു വണ്ടിയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. സന്ധിക്കും വരേക്കും വണക്കം.